പ്രിയപ്പെട്ടവരെ, നഗരവീഥികളിലൂടെയുള്ള എൻ്റെ പ്രഭാത നടത്തത്തിലെ കാഴ്ചകളാണ്, കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് KK മീഡിയ എന്ന ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ വീഡിയോകളും. നഗരത്തിൻ്റെ ഓരോ മുക്കും മൂലയുമാണ് നമ്മൾ ഓരോ ദിവസവും നടന്നു കാണുകയും അതിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. കിഴക്കിൻ്റെ വെന്നീസിലേക്ക് ആളുകൾ എത്തിച്ചേരുന്ന പ്രധാന സഞ്ചാരമാർഗമാണ് ട്രെയിൻ. നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ തെക്കേ അറ്റത്തെ എൻഡ് പോർഷനാണിത്. ഇവിടുത്തെ ക്രോസിങ് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എൻജിൻ ബോഗി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പടിഞ്ഞാറേ സൈഡിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് പോകുന്നത് ഇവിടെ ഗേറ്റ് കഴിഞ്ഞ് നമ്മുടെ ESI ഹോസ്പിറ്റലാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അതിപ്രശസ്തമായ ക്ഷേത്രമൊന്നും അല്ലെങ്കിൽ പോലും ഒരുപാട് ഭക്തർ അവിടെ വഴിപാടുകൾക്കും പൂജകൾക്കുമായി എത്താറുണ്ട്. അപ്പോൾ 1-2 തവണ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ പതിയെ ക്രോസ് കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറേ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജോലിക്ക് പോകുന്നവർ അവിടെ വെച്ചിട്ട് പോകുന്നതാണ്. ട്രെയിൻ മാർഗം പോകുന്നവർ ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ്. ഇതാണ് ഭൂതകാല നാഗയക്ഷി ക്ഷേത്രം. 2 പ്രതിഷ്ഠകളായിട്ടാണ് ഇവിടെ ഉള്ളത്. അതിലൊന്ന് ദേവിയുടെ നടയും ഒന്ന് നാഗയക്ഷിയമ്മയുടെ നടയുമാണ്. ഇവിടുത്തെ പൂജാവിധാനങ്ങളും കർമ്മങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആരെയും ഇന്നത്തെ ദിവസം കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ പാസ് ചെയ്തപ്പോൾ നല്ലൊരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിശേഷ ദിവസമാണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഈ ക്ഷേത്രത്തെപ്പറ്റി ആധികാരികമായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. കാരണം ഇതൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ. ഒരു കുഞ്ഞു ക്ഷേത്രമാണ്. നമ്മുടെ ട്രാക്കിൻ്റെ തൊട്ടടുത്തുള്ളൊരു നല്ലൊരു ക്ഷേത്രം. ഒരു ആത്മരവും കൊണ്ട് പൊളിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ വീഡിയോകളൊക്കെ കാണണം. ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ.